ഞാൻ പരിചയത്തിലുള്ള ഒരു ചേച്ചിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സംസാരിക്കുന്നതിനിടയിൽ ചേച്ചി എന്നോട് പറഞ്ഞു, എല്ലാ മാസവും 1-ാം തീയതി മാത്രം ആയിരുന്നു എന്നുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ ചേച്ചി എന്താ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത്. അല്ല മോളെ, ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുണ്ട്. മക്കളുടെ കാര്യമൊക്കെ നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തു പറ്റി, എന്താ കാര്യം? ചേട്ടനോ, ചേട്ടൻ കുടുംബമൊക്കെ നോക്കുന്നില്ലേ എന്നുള്ള ചോദിച്ചു. ചേട്ടൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും കിട്ടുന്ന പൈസയിൽ കൂടുതലും ചേട്ടൻ കുടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേട്ടൻ്റെ ചിലവും കഴിഞ്ഞ് അതിൽ കൂടുതൽ കുടിക്കുന്നതിനും പൈസ ചിലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ആ പൈസയും കൂടെ ചേട്ടൻ മദ്യപിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും. ചേട്ടന് എനിക്ക് കൊടുക്കുന്നതിനും പ്രശ്നമല്ല, കാരണം ചേട്ടൻ്റെ ആവശ്യത്തിനല്ലേ. പക്ഷെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് ഒരാളെ, എൻ്റെ സ്വന്തം ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അപ്പോൾ ആളെ ഒരു മദ്യപാനത്തിലേക്ക്, ആ ഒരു ദുശീലത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. മദ്യപിച്ച് എങ്ങനെയായി തീരും ഒരു കുടുംബം എന്നുള്ളത് അറിയാമല്ലോ. ഓരോ ദിവസവും കഷ്ടപ്പെട്ട് അതിനേക്കാൾ ഒരു മനസ്സ് വേദനിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുക്ക ആള് പറഞ്ഞു, അത് ഒരു 1-ാം തീയതി ആയിരുന്നു. എൻ്റെ അടുക്ക പറഞ്ഞു, ഇന്ന് എൻ്റെ അടുക്കൊന്നും മിണ്ടരുത്, വേറൊന്നും മിണ്ടല്ല, ഇന്ന് 1-ാം തീയതിയാണ്, എനിക്കൊന്നും കിട്ടിയില്ല വാങ്ങിക്കാൻ. ഞാൻ ഇന്നലെ തൊട്ട് അത് ഓർമ്മിച്ചതുമില്ല. ആള് സത്യം പറഞ്ഞാൽ അത് ആ ചേച്ചിക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു. അത് കാരണം എനിക്ക് ആ ഒരു സങ്കടം തോന്നി. കാരണം ആ ഒരു കാര്യത്തിന് എത്രത്തോളം ആള് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. പക്ഷേ ആരോട് പറയാം, ആരാ പറഞ്ഞത് കേൾക്കണേ? ഒരുപാട് ജീവിതങ്ങൾ ഈ ഒരു വിഷമത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. പലരും അതിനെ അതിജീവിക്കാനാവാതെ അവരവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും കാണുന്നുണ്ട്. പക്ഷെ ഈ അവസ്ഥകളിൽ നിന്ന് ആരും മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇക്കാര്യം ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ, ഇതും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതം, വിവാഹ ജീവിതത്തിൽ ഉള്ള പുരുഷന്മാരും സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കി വേണം ഓരോ കുടുംബത്തിലെ പങ്കാളികളും മുന്നോട്ട് പോകാൻ. കാരണം ഒരു കുടുംബത്തിൽ പുരുഷന് പുരുഷൻ്റെതായിട്ടുള്ള റോളുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള റോളുണ്ട്. ആർക്കും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ കളയണം എന്നല്ല. പക്ഷേ അതൊരിക്കലും ഒരു കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകരുത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളോടും ഒക്കെ ആയിരിക്കും ഓരോരുത്തരും ഓരോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പരസ്പരം മനസ്സിലാക്കി പങ്കാളികൾ മുന്നോട്ട് പോവുക. ഒരു വീടിനകത്ത്, ഒരു കുടുംബത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, രണ്ടുപേരും, ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, ആ വീട്ടിലുള്ള എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ങും തണലുമായിട്ട് എത്രത്തോളം കാലം ഒരുമിച്ച് പോകാൻ പറ്റുമോ അത്രത്തോളം കാലം, മരണം വരെ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. സ്നേഹിക്കുന്നവർക്ക്, പങ്കാളികൾക്കിടയിൽ സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിലും കാണണമെന്നുണ്ടെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ മദ്യപാനത്തിൽ അറിയാലോ പുരുഷന്മാരായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താണ്? ഒരു കുടുംബം പാടെ നശിച്ചു പോകും, വേരോടുകൂടി എന്നുള്ളതാണ്. അവിടെ സ്വന്തം ഭാര്യയ്ക്കുണ്ടാവുന്ന വിഷങ്ങൾ, മക്കൾക്കുണ്ടാവുന്ന വിഷങ്ങൾ, അവര് മദ്യപാനിയായിട്ടുള്ള ഒരു പിതാവാണ് എന്നെങ്കിൽ അവർ ആ സമൂഹത്തിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കാരണം മദ്യപിച്ചതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആ പുരുഷൻ അറിയുന്നില്ല. അത് ആളുടെ തെറ്റല്ല,
ആ ലഹരിക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ, ആ ലഹരിയായിട്ട് പോകുമ്പോൾ എന്തിൽ നിന്നൊക്കെയോ ഉള്ള ഒളിച്ചോട്ടമായിരിക്കാം. പല കാരണങ്ങളുണ്ട് എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ട്. സങ്കടമാണ്, വിഷമമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു, ഇനി കുറച്ച് നേരത്തേക്ക് ഫ്രീ ആകാവുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ പൈസ കൊണ്ടായിരിക്കും വൈകുന്നേരം ഇതെല്ലാം ചെയ്യുന്നത്. അവിടെ എന്താണ് പ്രയോജനം? മദ്യപിച്ച് ലക്കുകെട്ട് ഈ പറയുന്ന പോലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴും നിങ്ങൾ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ മാറുകയാണ്. വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, ഇതിനടിമയാവുന്നു എന്നുള്ള അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കൺട്രോൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാ. ഭാര്യ, മക്കള് അവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, ആ മക്കൾക്ക് നല്ല ഒരു ജീവിതം കൊടുക്കാം. കാരണം ആ കുട്ടികളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതവും കൊടുക്കേണ്ട ഉത്തരവാദിത്വം, കടമ എല്ലാം നിങ്ങൾ മാതാപിതാക്കൾക്കുള്ളതാണ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വേണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പറഞ്ഞാലും പലർക്കും ഇതിനോടൊക്കെ ഒരു പുച്ഛമായിരിക്കാം, ഇഷ്ടക്കേടായിരിക്കാം, മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകുകയോ മനസ്സിലാകാതിരിക്കുക, അതൊക്കെ നല്ലതുപോലെ നടക്കണോ നടക്കാതിരിക്കുക, അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യമാണ്. എന്നിരുന്നാലും ആ ഒരു ചേച്ചിയുടെ ഇത് ഞാൻ വാക്കുകളിലൂടെ ഇവിടെ പറയുമ്പോൾ ഒരു പക്ഷേ ആ ഒരു ഫീല് കിട്ടിയെന്ന് വരില്ല. ആ ചേച്ചിയായിട്ട് നേരിട്ട് കണ്ട് നിന്ന് സംസാരിച്ചപ്പോൾ ആ സംസാരത്തിനിടയിൽ ആ ചേച്ചിയുടെ കണ്ണെന്നിങ്ങനെ കുടുകുടാ കണ്ണുനീരിങ്ങനെ വരികയായിരുന്നു. എന്താണല്ലേ, ഒന്നും പറയാൻ അവിടെ സത്യം പറഞ്ഞ ആ വാക്കുകൾ ഉണ്ടായില്ല. ഭർത്താവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് മദ്യപിച്ച് ആഹാരം കഴിച്ച് കിടന്നുറങ്ങുന്നൊന്നും അറിയണ്ട. പക്ഷേ ആ ചേച്ചി പറയുന്നു, ഞാൻ രാത്രി മുഴുവൻ മോളെ ഇരുന്ന് വിഷമിച്ച് കരഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങി, വീണ്ടും രാവിലെ എണീറ്റ് എൻ്റെ മക്കളുടെ കാര്യം നോക്കി, ഭർത്താവിൻ്റെ കാര്യം നോക്കി എല്ലാം ചെയ്തു പോകുന്നു. ആരും ആരോടും കഴിവതും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ ഈ ഒരു ഭൂമി. മനുഷ്യർ ഇനി എന്താണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അപ്പോൾ കിട്ടിയ ജന്മം വളരെ സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും. കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിച്ചൂടെ നിങ്ങളുടെ ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട്? അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ വളരെ സന്തോഷമാണ്. മാറി ചിന്തിക്കും എന്ന പ്രതീക്ഷയോടാണ് ഇവിടെ ഈ ഓരോ കാര്യങ്ങളും പറയുന്നത്. പിന്നെ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്തു നോക്കൂ, മാറാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. ആ ശ്രമം ഒരുപക്ഷെ ഫലവത്തായെങ്കിലും ആ പകൽ സമയങ്ങൾ നല്ലപോലെ ഇരിക്കുന്ന ആ പകൽ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രാത്രിയിലും അതേപോലെയുള്ള ഈ രാത്രിയിൽ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് ആ മദ്യപിക്കാതെ സ്വന്തം മക്കളോടും ഭാര്യയോടും മാതാപിതാക്കളോടും ഒക്കെ ഒന്ന് സംസാരിച്ച് അവരോടൊപ്പം ഒക്കെ ഒന്ന് സമയം ചെലവഴിച്ചു നോക്ക്. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖം അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട്? അവരവരുടെ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് അയ്യോ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ള സമയങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു ശ്രമം എങ്കിലും നടത്താൻ ശ്രമിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരെ കൊണ്ടും അത് സാധിക്കും.